യുഗങ്ങളോളം കിടന്ന് ഉറങ്ങിയ ഒരു രാജാവ് ഒരു ദീർഘനിദ്രയ്ക്ക് ശേഷം ഉണർന്നപ്പോൾ ലോകം തന്നെ മാറിപ്പോയ ഒരു മഹാരാജാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പുരാണത്തിലെ അത്ഭുതപ്പെടുത്തുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് മുച്ചുകുന്ദൻ. അദ്ദേഹത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കൃതയുഗത്തിൽ സൂര്യവംശത്തിൽ മാന്ധാതാവ് എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രനാണ് മുച്ചുകുന്ദൻ. മഹാനായ ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. മഹാവീരനായ യോദ്ധാവ്, ധർമ്മിഷ്ഠനായ രാജാവ് എന്നീ നിലകളിൽ അദ്ദേഹം ദേവന്മാരുടെയും സ്വന്തം പ്രജകളുടെയും ഒക്കെ സ്നേഹം പിടിച്ചുവരും. അങ്ങനെയിരിക്കെ ഒരു അവസരത്തിൽ അസുരന്മാരുടെ ദ്രോഹം സഹിക്കാതെ വന്നപ്പോൾ ദേവന്മാരെ സഹായിക്കുവാനായി ദേവേന്ദ്രൻ ഭൂലോകത്തിൽ നിന്ന് മുചുകുന്ദൻ എന്ന ധർമ്മിഷ്ഠനായ രാജാവിനെ അവിടേക്ക് ക്ഷണിച്ചു. അദ്ദേഹം അങ്ങനെ വളരെ കാലം ദേവന്മാരുടെ സംരക്ഷണം നിർവഹിച്ചു കൊണ്ടിരുന്നു. അസുരന്മാരുമായി അദ്ദേഹം വളരെ കാലം യുദ്ധം ചെയ്തു. പിന്നീട് സുബ്രഹ്മണ്യസ്വാമി ദേവസൈന്യാധിപനായി വന്ന ശേഷം ദേവന്മാർ മുചുകുന്ദനെ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയച്ചു. അനവധി കാലം ഉറക്കമില്ലാതെ യുദ്ധം ചെയ്തതുകൊണ്ട് യുദ്ധാവസാനത്തിൽ അദ്ദേഹം നന്നേ ക്ഷീണിതനായിരുന്നു. ഭൂമിയിലേക്ക് മടങ്ങാനിരുന്ന മുചുകുന്ദനോട് ദേവന്മാർ പറഞ്ഞു, വളരെ കാലം അങ്ങ് ഞങ്ങളെ സഹായിച്ചുകൊണ്ട് ഇവിടെ നിന്നു. ഭൂമിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങേക്ക് സ്വന്തം നഗരം കണ്ടാൽ തിരിച്ചറിയാൻ പോലും കഴിയുകയില്ല. അങ്ങയുടെ അഭാവത്തിൽ രാജ്യം ഭരിക്കാൻ ഏർപ്പെടുത്തിയിരുന്ന പുത്രന്മാരും ജീവിച്ചിരിക്കുന്നു. അങ്ങയുടെ ബന്ധുക്കളും മന്ത്രിമാരും പുരോഹിതന്മാരും പ്രജകളും ആരും തന്നെ ഇപ്പോഴില്ല. കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് അവരെല്ലാം ഭൂമിയിൽ നിന്നും മൺമറഞ്ഞു. ഞങ്ങൾ നിമിത്തം അങ്ങേക്ക് സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം നശിച്ചു പോയെന്നും പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് അപരാധബോധമുണ്ട്. മോക്ഷമൊഴിച്ച് എന്ത് വരം വേണമെങ്കിലും ഞങ്ങൾ അങ്ങേക്ക് തരാം. അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി. ഭൂമിയിൽ അദ്ദേഹത്തിന് സ്വന്തമായി ഒന്നും തന്നെയില്ല. പഴയ രാജപദവിയും ഇല്ല. പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിനെ അലട്ടിയില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ശരീരത്തിന്റെ ക്ഷീണമാണ് മുന്നിട്ട് നിന്നത്. ഭൂമിയിലേക്ക് തിരിച്ചു പോകുന്ന മുചുകുന്ദനോട് എന്ത് വരമാണ് അങ്ങേക്ക് വേണ്ടത് എന്ന് ദേവേന്ദ്രൻ ചോദിക്കുന്നു. എനിക്ക് മതിയാവോളം ഉറങ്ങണം, ഉറക്കത്തിനിടയിൽ എന്നെ ആരും ഉണർത്തരുത് എന്നുമായിരുന്നു മുചുകുന്ദന്റെ അഭ്യർത്ഥന. മധുരാപുരത്തിനടുത്ത് മിനുത്ത തിണ്ണയുള്ളതും വിശാലവും കുളിർമ തോന്നിക്കുന്നതുമായ ഒരു ഗുഹയുണ്ട്. അങ്ങ് അവിടെ ചെന്ന് കിടന്നുറങ്ങിക്കൊള്ളുക. അങ്ങേ ഉണർത്തുന്നവൻ ആരായിരുന്നാലും ഭസ്മമായി പോകും. ഇങ്ങനെ പറഞ്ഞ് ദേവേന്ദ്രൻ മുചുകുന്ദനെ ഭൂമിയിലേക്ക് തിരിച്ചയച്ചു. അങ്ങനെ അദ്ദേഹം ആ ഗുഹയിൽ കിടന്നുറങ്ങാൻ തുടങ്ങി. കൃതയുഗത്തിൽ ശേഷിപ്പുള്ള കാലം ത്രേതായുഗം മുഴുവനും ദ്വാപരയുഗത്തിന്റെ അവസാനം വരെയും മുചുകുന്ദൻ ആ ഗുഹയിൽ കിടന്ന് സുഖമായി ഉറങ്ങി. അങ്ങനെയിരിക്കെ ദ്വാപരയുഗത്തിൽ കാലയവനൻ ഭഗവാനെന്ന് തെറ്റിദ്ധരിച്ച് മുചുകുന്ദനെ മാറത്ത് ചവിട്ടുന്നു. അതോടുകൂടി രാജാവിന്റെ നിദ്രയ്ക്ക് ഭംഗം വരികയും അദ്ദേഹം കണ്ണു തുറക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്നും വന്ന അഗ്നിയിൽ യവനൻ ഭസ്മമായി തീരുകയും ചെയ്യുന്നു. ഭഗവാന്റെ വലിയൊരു ഭക്തനായ മുചുകുന്ദന് ഏറ്റവും അർഹമായ മുക്തി തന്നെ നൽകണമെന്ന് ഭഗവാൻ ഉദ്ദേശിച്ചിരുന്നു. കൃപാമൂർത്തിയായ ഭഗവാൻ തന്റെ ഭക്തന് ജഗൻമോഹനവും മന്ദഹാസ സുന്ദരവുമായ സ്വരൂപത്തെ വ്യക്തമായി കാണത്തക്കവണ്ണം ദർശനം നൽകി. മുചുകുന്ദൻ നോക്കുമ്പോൾ അതാ മധുസൂദനൻ ഭഗവാൻ മുമ്പിൽ നിൽക്കുന്നു. വിസ്മയത്തോടുകൂടി മുചുകുന്ദൻ ചോദിച്ചു, മഹാതേജസ്വിയും അതിസുഭകനുമായ അങ്ങ് ആരാണ്? അപ്പോൾ മുകുന്ദൻ പറയുന്നു, യയാതി മഹാരാജാവിന്റെ മൂത്ത മകൻ യദുവിന്റെ പിന്മുറക്കാരിൽ ഒരാളായ വസുദേവ യാദവന്റെ ഇളയപുത്രൻ കൃഷ്ണ യാദവനാണ് ഞാൻ. ഭക്തിപരവശനായി മുചുകുന്ദൻ ഭഗവാനോട് പറയുന്നു, ഭഗവാനെ, പണ്ട് ഗാർഗ്യമുനി അങ്ങയെക്കുറിച്ച് എന്നോട് പറഞ്ഞു തരികയുണ്ടായി. കാലയവനന്റെ മരണത്തിന് ഹേതുഭൂതൻ ഞാനായിരിക്കുമെങ്കിലും അതിന്റെ സൂത്രധാരനായി നിൽക്കുക സാക്ഷാൽ വാസുദേവനാകുമെന്നും ഋഷി എന്നോട് പറഞ്ഞിരുന്നു. അങ്ങ് അടിയനിൽ പ്രസാദിക്കണമേ. ഇങ്ങനെ പറഞ്ഞ് തന്റെ കാൽക്കൽ വീണ് പ്രണമിച്ച മുകുന്ദൻ അനുഗ്രഹിച്ചു. ഭഗവാൻ മുചുകുന്ദനോട് പറയുന്നു, വേണമെന്നുദ്ദേശിച്ചിട്ടല്ല എങ്കിലും കാലയവനൻ ഭസ്മമായതിന്റെയും ദൈവാസുര യുദ്ധത്തിൽ അങ്ങയോട് നേരിട്ട് അപരാധമൊന്നും ചെയ്യാത്ത അസുരന്മാരെ കൊന്നതിന്റെയും പാപം അങ്ങേക്കുണ്ട്. അതുകൊണ്ട് അങ്ങ് മന്ദരപർവ്വതത്തിൽ ചെന്ന് പാപങ്ങൾ നശിക്കുവോളം ഏകാഗ്രചിത്തത്തോടെ തപസ് ചെയ്യണം. അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം മുചുകുന്ദൻ ദീർഘകാലം തപസ് ചെയ്യുകയും മുക്തി നേടുകയും ചെയ്തു. ഇത്തരം പുരാണ കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു പുരാണ കഥയുമായി വീണ്ടും കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.